എല്ലാവർക്കും സുഖമാണോ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് സുഖമാണോ? നിന്റെ മുകളിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എല്ലാവരെയും കാണാം. ഞാൻ താഴെ ഞാൻ ആകുലപ്പെട്ടിരിക്കുകയാണ്. കർത്താവിനെ എല്ലാത്തിനെയും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ ആകുന്ന ഒരു ഗുണമുണ്ട്, എല്ലാത്തിനെയും കാണാം. അപ്പൊ എനിക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്ന മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി സന്തോഷം ഞാൻ ഇവിടെ ആയിരിക്കുന്നതിൽ. ദൈവത്തെ എന്നെ മഹത്വപ്പെടുത്തുന്നു. നല്ലൊരു വികാരിച്ചനാണ് ഇവിടെ കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് പാവനെ വിളിക്കാനായിട്ട്. പലപ്പോഴും ഞാൻ ഈ എല്ലാ ദിവസവും എനിക്ക് ധ്യാനമാണ്, കൺവെൻഷനാണ്. അപ്പൊ ഈ കൺവെൻഷന് പോകുന്നതുകൊണ്ട് പലപ്പോഴും ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛൻ എല്ലാ ദിവസവും വിളിക്കാറും വിളിക്കും, അച്ഛാ ഒന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനും പല കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടി. പക്ഷേ എപ്പോ വിളിച്ചാലും അച്ഛൻ്റെ ഫോൺ എനിക്ക് എടുക്കാൻ പറ്റാറില്ല. അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത അപ്പോഴും അച്ഛനോട് കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ സ്നേഹത്തോടെ തന്നെ സംസാരിച്ചു. ഇന്നിവിടെ ആയിരിക്കുമ്പോഴും ആ സ്നേഹം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് അത്രയും വലിയ പ്രസക്തമൊന്നുമല്ല അച്ഛൻ അറിയാത്ത പറഞ്ഞതിന്റെ ഇടയിൽ എനിക്കറിയാം. എങ്കിലും അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി പറയാണ്. ഞാൻ അച്ഛൻ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ തലതാഴ്ത്തി പോയി. കർത്താവിൽ എന്നെ കുറിച്ച് തന്നെയാണോ പറയുന്നത്, അതോ വേറെ ആരെങ്കിലും കുറിച്ചാണ്? എങ്കിലും അച്ഛൻ പറയുമ്പോൾ വലിയ സന്തോഷം. കാരണം അച്ഛന്റെ സ്നേഹത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരിക. ഒത്തിരി സ്നേഹത്തോടു കൂടെ അച്ഛനെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ തന്ന സ്നേഹത്തിനും ക്ഷമയോടെ എന്നോട് സംസാരിച്ചതിനും ഫോൺ എടുക്കാനും ഇപ്പൊ പരിഭവം കാണിക്കാതിരുന്നതിനും. ചിലർ പറയും ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ധ്യാനിപ്പിച്ചിട്ട് ഫോൺ എടുക്കില്ല, ഒരു കാര്യം സംസാരിക്കാനും വിളിച്ചാൽ കിട്ടൂല, അങ്ങനത്തെ ഒരു സാധനത്തെ വരോ വരില്ലേ, ഇത് എന്താ പറയണമില്ല എന്നൊക്കെ ടൈപ്പായിരിക്കും. എങ്കിലും അച്ഛനൊരു പരിഭവം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ സ്നേഹത്തോടെ നിർത്തി. ഈ ഫോൺ വിളിച്ചപ്പോ തൊട്ട് പറഞ്ഞിട്ട് എനിക്കറിയാൻ പാടില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ സ്നേഹത്തോടെ തന്നെ എന്നോട് സംസാരിച്ചത് ഇതുവരെ കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ്റെ മാസോറി കേട്ടോ, അച്ഛൻ നോക്കണ്ട. ഓക്കെ, അപ്പോ യുവജനമാരായതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും യുവതിവാക്കളെ കാണാൻ പറ്റിയതില്, സംസാരിക്കാൻ പറ്റിയതില് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നത്. സെക്രട്ടറിയെയും കമ്മിറ്റി അംഗങ്ങളെയും യുവജനാംഗങ്ങളെയും ഈ ദേവാലയത്തിന്റെ ഈ ശബ്ദപ്രതിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അങ്കമാലിക്കാരനാണ് കേട്ടോ. അപ്പൊ ഭാഷയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന നീട്ടോ കുറുക്കലൊന്നല്ല എന്റെ കുറുക്കലും നീട്ടലും. ഞാൻ ഉദ്ദേശിക്കുന്ന മീനിങ് ഒക്കെ വേറെ മീനായിരിക്കാം. പക്ഷെ പറയുന്നത് മലയാളം. ഓ കൈമൊക്കോ, ഓ സ്തുതിക്കോ, ഓ. ഞാൻ ആദ്യമായിട്ട് ഈ മുക്കോല നിങ്ങൾ പറഞ്ഞിട്ട് മുക്കോലപ്പള്ളിയിലെ ആദ്യമായിട്ട് കൺവെൻഷൻ വരുന്ന പറയാം. മുക്കോലപ്പള്ളിയിലെ കൺവെൻഷൻ വലിയൊരു പള്ളിയാണ്. എനിക്ക് തോന്നുന്നു വലിയൊരു രണ്ടച്ഛന്മാരുടെ ഒരു പള്ളിയാണ്. അവിടെ കൺവെൻഷനായിട്ട് ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നതിനിടയിൽ എല്ലാവരും പറയാം ഓ. ഞാൻ കരങ്ങൾ ഉയർത്തോ, ഓ. കൈ പൊക്കി സ്തുതിക്കോ, ഓ. ഒരു കാര്യത്തിലേക്ക് പറയോ, ഓ സ്തുതിക്കോ, ഓ. ഞാൻ വിചാരിച്ചിട്ട് എല്ലാത്തിനും ഓർമ്മ. അപ്പൊ ഞാൻ ഇന്ന് പുഴുക ഈ സ്ഥലത്തിലും. അപ്പോ എന്റെ അവസ്ഥ മനസ്സിലാക്കി അവിടെ കൊച്ചച്ഛൻ വന്ന് ചെറുക്കി ചോദിച്ചു, അച്ഛാ അതിന് കുഴപ്പമുണ്ടോ? ഞാൻ ഈ സാധനങ്ങളൊന്നും എല്ലാത്തിനും ഓർമ്മ പറയണം, വേറെ എന്തെങ്കിലും പറയാൻ പാടില്ലേ? എന്തെങ്കിലും ശരി ചെയ്യാം, അല്ലെങ്കിൽ എന്ന് പറയണം. ഇതെല്ലാത്തിനും ഓ പറയാം. ഞാൻ വിചാരിച്ചത് എല്ലാത്തിനും ഓ പറയണം. അപ്പൊ ഇവിടെ അവിടുത്തെ കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇവിടെ എല്ലാവരും യെസ് എന്ന് പറയുന്നത് തന്നെയാണ് ഓ. എനിക്ക് അപ്പോഴേ കാര്യം മനസ്സിലാവണം. പിന്നെ എനിക്ക് കാണുന്നുണ്ടായിട്ടില്ല. ഇപ്പോഴും എന്റെ ഭാഷയിൽ ചിലപ്പോ ഈ ഓ കയറി വരും. കാരണം അറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ, ഞാൻ അങ്കമാലിക്കാരനാണെങ്കിലും ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള കൺവെൻഷൻ നടത്തിയിട്ടുള്ള സ്ഥലം എവിടെയാണെന്നറിയോ? തിരുവനന്തപുരത്താണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കൺവെൻഷൻ നടത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്താണ് ഞാൻ. പക്ഷെ ആ സൈഡായിട്ട് വലിയ പെരുക്കൊന്നുമില്ല. ഞാൻ സി എസ് ഐക്കാരെ പോലെ ആദ്യമായിട്ട് കാണുന്നത് എല്ലാ ദിവസവും കൺവെൻഷനാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്കമാലിൽ അങ്ങനെ സി എസ് ഐ പള്ളി ഇല്ല കേട്ടോ. പക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് നിങ്ങളാണ്. ഞാൻ എന്റെ അപ്പനെ നീ എന്താ തിരുവനന്തപുരത്തുമാണ്. ഞാൻ പറയും തിരുവനന്തപുരത്തുമാണ് ധ്യാനത്തിനോട് എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്താണ്. ഞാൻ പറയും ധ്യാനത്തിനോട്. എന്റെ ഇടവക്കാർക്ക് സംശയമാണ് ഇപ്പൊ എന്താണ് തിരുവനന്തപുരത്തോട്. ഞാൻ പോസ്റ്റൊക്കെ കാണിക്കും. കാരണം ഞങ്ങൾ തന്നെ കല്യാണം കഴിക്കാത്ത കേട്ടോ. അപ്പൊ കല്യാണം കഴിക്കാത്തതുകൊണ്ട് എല്ലാവരും തിരുവനന്തപുരത്തോട് എന്താണെന്ന് അറിയാൻ പാടില്ല. എങ്കിലും ആവട്ടെ, ഞാൻ ഈ പോസ്റ്റൊക്കെ കാണിക്കല് കൺവെൻഷനാട്ടോ. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം, ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ കേട്ടിരിക്കുന്ന നിങ്ങള് ഭാഷയിൽ എന്തെങ്കിലും വ്യത്യാസത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അർത്ഥ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കോ? ഉത്തരം പറ. ഇല്ല കേട്ടോ. ഞാൻ ഈ
ഈ കൊല്ലത്തെ ഭാഷയും പാലക്കാട് ഭാഷയൊക്കെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വിദേശത്ത് കുറെ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ തമ്മിലുള്ള അവസരം. എനിക്ക് വലിയ വെളിവൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. എനിക്ക് വലിയ വെളിവൊന്നുമില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് പോണതാ, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ ഭാഗത്ത് മാത്രം. ഒരു ദിവസം പോലും വേർതിരിക്കാൻ തമ്മിൽ സമ്മതിക്കില്ല. അത് വേറെ കാര്യം. ഒരു സ്ഥലത്ത് ഞാൻ പറയും കർത്താവിൽ പോണില്ല, പക്ഷെ മനസ്സുകൊണ്ട് പറയും പോണം പോണം പോണം. അങ്ങനെ പറഞ്ഞ് പോണതാ. എത്ര കൺവെൻഷൻ അറിയോ? ചിലപ്പോൾ ഫോൺ എടുക്കാണ്ടെങ്കിൽ മാറ്റി പോണത്. ഈ ആഴ്ച തന്നെ വേറെ കൺവെൻഷൻ ചിലപ്പോൾ ഞാൻ ആദ്യം എവിടെ ബുക്ക് ചെയ്യണം അവിടെ പോകുള്ളൂ. ഈ യുവജനമാരായതുകൊണ്ട് കണ്ടിന്യൂസ് കിട്ടിയ വലിയ പള്ളികളിലൊക്കെ. പക്ഷെ ആദ്യം എവിടെയാണോ പറഞ്ഞത് അവിടെ പോകുള്ളൂ. അത് എൻ്റെ ഒരു നിർബന്ധമാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോ ഞാൻ ഈ കഴിഞ്ഞു. ഈ കൊല്ലത്തും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, പാലക്കാട് ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. കൊല്ലത്ത് ഈ കരികെട്ടീശ്വരം പള്ളി ഒരു തീർത്ഥാടന കേന്ദ്ര, വലിയൊരു തീർത്ഥാടന കേന്ദ്ര. ഞാൻ ഒരിക്കലും പ്രസംഗിക്കാൻ പോയി കൺവെൻഷനിൽ. പ്രസംഗിക്കാൻ പോണ സമയത്ത് ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുന്നതിന്റെ മുമ്പിലിരിക്കുന്ന ഒരു ചേച്ചി നെഞ്ചത്തിട്ട് കൈയടിക്കുക, ഇങ്ങനെ ഇടിക്കുക. ഞാൻ ചോദിച്ചാൽ എന്റെ കർത്താവ് അത്ഭുതം ഇനി വരാൻ പോണ, എന്തൊരു അഭിഷേകം വരാൻ പോകണം. പുള്ളിക്കാരൻ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഇടിയോട്ടിടി ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക, ഇടിയുടെ ആകാരം കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ച കർത്താവ് അത്ഭുതമാണോ ചവം പോണോ എനിക്കറിയാൻ പാടില്ല, എന്താ നടക്കണേ അറിയാൻ. കൺവെൻഷൻ പ്രസംഗമൊക്കെ കഴിഞ്ഞു. പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്കുന്ന സമയത്ത് ഈ സാധനം ഈ ചേച്ചി എന്നെ കൂട്ടിക്കൂടെ പോവാ. ഈ ചേച്ചി പോണ സമയത്ത് ഞാൻ അതിനെ വിളിച്ചു, എന്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു എന്താ പരിപാടി, ഈ പ്രസംഗത്തിന്റെ ഇടയിൽ ഡ്യൂട്ടി ചെയ്യാറില്ല. അപ്പൊ ഈ പുള്ളിക്കാരി എന്നെ നോക്കിയിട്ട് പറയാ, എന്റെ പൊന്നച്ച അവിടെ നിന്നിട്ട് എല്ലാ തെറിയായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ തെറിയായിട്ടല്ലേ ഞാൻ ഇരിക്കണ. ഒരു അച്ഛനൊക്കെ അതുപോലെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ പൊന്നച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഏതാ തെറി. അപ്പൊ പുള്ളിക്കാരി അച്ഛനായിട്ട് പറയാ, അച്ഛൻ ആ വാക്കുകളൊക്കെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലെ തെറിയാ. ഞാൻ ഈ തെറി കൂടുതലാണ് ഈ ആൾക്കാർ കേട്ടോണ്ടിരുന്നത്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞറിയോ, ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങള് ഇവിടെ തെറിയാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങളതൊന്ന് കേട്ടിരിക്കണം കേട്ടോ. ഞാൻ എന്റെ ശരീരം പ്രസംഗിക്കുള്ളൂ, കുഴപ്പമില്ല. പ്രശ്നമുണ്ടോ? പ്രശ്നമുള്ള ആരെങ്കിലും കൈ നോക്കിയേ, അപ്പൊ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ സന്തോഷം കേട്ടോ, സന്തോഷം. ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ അഞ്ചുമോള് നന്നായിട്ട് വായിച്ചു കേട്ടോ. 51 സങ്കീർത്തനം വായിച്ചത് അഞ്ചുവാ. ഞാൻ എപ്പോഴും പറയാ, സങ്കീർത്തനം ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. ഭയങ്കര ശക്തിയുള്ള പവർഫുൾ ആയ ഒരു സങ്കീർത്തനമാണ്. എന്നെ കാണാൻ വരുന്ന, എന്നോട് പ്രാർത്ഥിക്കാൻ വരാൻ പറയുന്ന, യൂട്യൂബിൽ എനിക്ക് പറഞ്ഞത് അതിനെ കുറിച്ച്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ ഈ 51 സങ്കീർത്തനം ഒന്ന് പ്രാർത്ഥിച്ചോക്ക്. അത് പാപം ചെയ്തു പോയ ദാവീദ് രാജാവ് സങ്കടത്തോടെ വേദനയോടെ ദൈവത്തിന് മുന്നിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഭയങ്കര പവർഫുള്ളാണ് ആ പ്രാർത്ഥന കേട്ടോ. ഭയങ്കര ശക്തിയുള്ള ഒരു പ്രാർത്ഥന, ബൈബിളിൽ തന്നെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കണം. അഞ്ചൊന്ന് നന്നായിട്ട് വായിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന ഇതെങ്ങനെ സാധിക്കണം? ഞാൻ കണ്ട കർത്താവ് ഇവിടെ ആവശ്യത്തിന് കരയുമ്പോ ചേച്ചി കണ്ണീരോടെ പ്രാർത്ഥിക്കും. എനിക്കൊന്നും പറ്റില്ല കേട്ടോ. ഇതെങ്ങനെ ഇവിടെ പേര് ശ്രീജ സഹോദരി വിളിക്കാം. ശ്രീജനെ വിളിച്ചാലും കൊല്ലും. ശ്രീജ സഹോദരി നന്നായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന വളരെ സുന്ദരമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും ഈ സഭയിലെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും പവിത്രമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞങ്ങളുടെ ആൾക്കാരുടെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. ഇങ്ങനെ കണ്ണീരോടെ ദൈവത്തിന്റെ മുന്നിൽ നിലവിളിക്കാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്തൊരു പവർഫുള്ളാ പറയും പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. വളരെ സുന്ദരമായിട്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് തോന്നി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി അനുഗ്രഹം ഇനിയും പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഷീജ സഹോദരിയെ കേട്ടോ. ദൈവത്തിന് അനുഗ്രഹം. പാട്ട് പാടാനില്ലടാ കേട്ടാ ചേർക്കാൻ ആദർശം കേട്ടോ. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ ആര്യ നല്ല സ്വാഗതം കേട്ടോ. ഞാൻ പേര് പെട്ടെന്ന് പഠിക്കേ, അതൊരു പ്രത്യേകതയാണ് കേട്ടോ. പേര് പലപ്പോഴാണ് പഠിക്കും. അപ്പൊ നാളെ തൊട്ട് പേര് പഠിക്കും കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ കൊണ്ട് പേര് പഠിച്ചോണ്ട് ഇപ്പൊ തന്നെ ചോദിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ചോദ്യങ്ങൾ വരാതിരിക്കുന്നു കേട്ടോ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ ആര്യ നല്ല സ്വാഗതമുണ്ട് കേട്ടോ. ആര് പറഞ്ഞൊരു വാക്കുണ്ട്, ബന്ധപ്പെട്ട് ഞാനത് ഇരിക്കാറുണ്ട്. എനിക്കൊരു ബന്ധപ്പാട് കേട്ടില്ല കേട്ടോ. അപ്പൊ നല്ല സ്വാഗതമായിരുന്നു. ഞാൻ ചിരിക്കാൻ ഇരിക്കുമ്പോഴൂടെ ബന്ധപ്പാടാണ്. ഒരു പ്രശ്നമില്ലാതെ കൊച്ചിന് തോന്നിക്കുന്ന കർത്താവ് ഈ അച്ഛൻ ഇത്രയും വിഷമിച്ചാണ് വളരെ പക്ഷെ ആര്യ
നല്ല വാക്കുകളൊക്കെ താങ്ക് യു കേട്ടോ. നല്ല കൊയറാണ് കേട്ടോ, സൂപ്പർ. വളരെ നിങ്ങൾ ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് പാടുന്നത് കേട്ടോ. പാട്ട് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ അടിച്ചിട്ട് വരുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയ്ക്ക് കൈവയ്ക്കാവുന്ന പാട്ടുകളൊക്കെ പാടണം കേട്ടോ. അപ്പൊ ഞാൻ നന്ദിയില്ല. നിങ്ങൾ ഈ നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നുണ്ടല്ലോ, എന്തൊരു സങ്കടപ്പെട്ട വന്നിരിക്കണെന്നറിയോ? നമ്മളൊക്കെ പ്രത്യാശയുടെ മക്കളാണ് കേട്ടാ. ഇടവേ നമ്മളൊക്കെ പ്രത്യാശയുടെ മക്കളാ. സങ്കടങ്ങൾ എത്രയുണ്ടെങ്കിലും പറയണം, ദൈവം ഉണ്ട് എന്റെ കൂടെ. പല പള്ളിയിലും ചെല്ലുമ്പോ പല സഭയിലും ചെന്ന് പ്രസംഗിക്കാൻ നേരത്തുണ്ടല്ലോ, ഞാൻ നോക്കുമ്പോ ഒക്കെ കരച്ചില്ല. ഞാൻ ദേവാലയത്തിൽ നിന്ന് ചിരിക്കുന്ന ആരെയും കാണാറില്ല. ദൈവം നീ എന്തിനാ പേടിക്കണേ? ദൈവം നീ എന്തിനാ പേടിക്കണേ? ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഉത്തരം പറ, ഉത്തരം പറ. ഇല്ല. നിങ്ങൾക്ക് പേടിയില്ല? കേട്ടോ. ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ടെൻഷൻ അടിക്കോ? ഇല്ല. ഞാൻ പാട്ടുകാരന്റെ പാട്ട് കേട്ടപ്പോ ദൈവപാട്ട് അതരങ്ങളിൽ അലിവുള്ളവൻ ആശ്വാസദായകൻ ദൈവം. ഓ സൂപ്പർ. അത് പണ്ടത്തെ പാട്ടാ. ഇത് രസമായിട്ട് നിങ്ങൾ പാടിയെന്നറിയോ? സൂപ്പർ കേട്ടോ. ഞാൻ വിചാരിച്ചു ആൾക്കാരൊക്കെ അതരങ്ങളിൽ അനുവാദിക്കുക അല്ലെങ്കിൽ ആൾക്കാർ. എനിക്ക് നിങ്ങൾ പറയാന്നറിയോ? എന്റെ മക്കളെ, നമ്മളൊക്കെ ദൈവം കൂടെ ഉള്ള മനുഷ്യരാ. നിങ്ങളെ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ? ഭയങ്കര ടെൻഷനാണ് മനുഷ്യരിൽ നിന്ന്. ഭയങ്കര വേദനയായിട്ട് ജീവിക്കണേ. ഞാൻ ഈ ഇടയ്ക്ക് പലതരം ഹല്ലേലൂയൊക്കെ പറയിപ്പിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? നിങ്ങൾ പറയോ? പറയോ? ആ പറയാം. എന്നാ പലതരം നിർത്തി ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കൈനോക്ക് കൈനോക്ക് കൈനോക്ക്. പ്രശ്നം പൊക്കാതെ മാത്രം കൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളെ പൊക്കില്ലെന്ന് പറഞ്ഞാൽ മതി. പൊക്ക് പലതിനും കോച്ചുവാദമുണ്ട്. പൊക്ക് കോച്ചുവാദമുണ്ട്. പൊക്ക് കോച്ചുവാദമുണ്ട്. പൊക്ക് കേട്ടോ. എനിക്ക് ഇവിടുന്ന് എല്ലാത്തിനെയും കാണാം. ഞാനിത് ഷാള് കളറൊക്കെ പറയും. അതെന്റെ നേച്ചറാ. എനിക്കങ്ങനെ കാണണമെന്നില്ല. നിങ്ങളിപ്പോ വീഡിയോ പേടിക്കാനൊന്നുമില്ല കേട്ടോ. പൊക്ക് ഒരു അലരി പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ, കുറച്ചും കൂടി ശബ്ദത്തിൽ പറഞ്ഞേ, കുറച്ചും കൂടി ശബ്ദത്തിൽ പറഞ്ഞേ. സൂപ്പർ. ഇടത്തെ കാര്യം കൂടി ആക്കി താത്ത പറഞ്ഞില്ല. രണ്ട് കാര്യം കത്തി പിടിക്കും. ഒരു കാര്യം പറഞ്ഞേ, ഈശോയെ വിളിച്ചേ. ഒന്നുകൂടി, ഒന്നുകൂടി, ഒന്നുകൂടി. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ എന്തിനെ കരക്കയത്തി പ്രാർത്ഥിക്കണേ? എന്തിനാണ് കരകയറ്റി പ്രാർത്ഥിക്കുന്നതിനാ? ആര്യ സ്റ്റാൻഡേർഡ് ആര്യ എന്തിനാ കരകയറ്റി പ്രാർത്ഥിക്കണേ? ഇത് വൈദ്യുതനോടുണ്ടോ? അമ്മ ഇതിന്റെ അടുത്തത് പറഞ്ഞോ. ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി അത് മാത്രമാണ് കൈവത്തി പ്രാർത്ഥിക്കണേ. ആദർശ സ്റ്റാൻഡേർഡ് ആയിരുന്നു. താങ്ക് യു മോള. ആദർശ പാട്ട് ഗംഭീരമായിരുന്നു. ഉത്തരം പറഞ്ഞാൽ അതിന് ഗംഭീരമാവും. പറ, എന്തിനാ കരകയറ്റി പ്രാർത്ഥിക്കണേ? കലകളുണ്ടോ? പിന്നെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർത്തുന്നു. അങ്ങനെയാണോ? അല്ല, മുകളിലുള്ളതുകൊണ്ട് കൈ ഉയർത്തുന്നു. കഥാവത്ത് താഴെ എടുക്കുക. ഒന്നറിയില്ല, മുകളിലുള്ളതുകൊണ്ട് കൈ ഉയർത്തുന്നു. സൈദ്ധാനം എന്ത് ചെയ്യുമ്പോ കേട്ടോ? എന്ത് ചെയ്യും? എന്തിനാ കൈ ഉയർത്തി പ്രാർത്ഥിക്കണേ? 5 പേര് എന്തിനാ മോളെ? നന്ദിയോ? നന്ദി നന്ദി പറയുമ്പോ കൈ ഉയർത്തണം. അങ്ങനെയാണോ? നന്ദി പറയുമ്പോ മാത്രം കൈ ഉയർത്തുള്ളൂ. 2 കരകൾ തന്നുകൊണ്ട് കാല് വന്നിട്ട്
ഉള്ളതുകൊണ്ടോ ആൾക്കാർ ഞാൻ വിളിക്കാറില്ല. ഉള്ളതുകൊണ്ട് കറങ്ങി തുടങ്ങി. എന്താണ് കരകയറ്റി പ്രാർത്ഥന? കരകയറ്റി പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന ആശ്ലിയുടെ അമ്മ എന്താ സ്റ്റാൻഡേർഡ് നല്ല കടയാണ് കേട്ടോ. ആശ്ലിയാണ് നിൽക്കണേ. ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. ഈ ചൂടുമുട്ടിയോട് ഭയങ്കര ഭംഗിയാണ് കാണാൻ ആശ്ലിയെ കേട്ടോ. എത്രയല്ല പഠിക്കണേ? കൈകൊണ്ട് കാണിച്ചോ. 3 കൊള്ളാം. ആശ്ലിയുടെ അമ്മയെ നിൽക്കുന്നേ. ചോദ്യ ഈ ആശ്ലി ചെറിയ പ്രായത്തിലെ കുറച്ചുകൂടി കൊച്ചായിരിക്കുമ്പോ വീട്ടില് വെണ്ടയ്ക്ക നന്നാക്കിക്കൊണ്ടിരിക്കുക. വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക നന്നാക്കി നല്ല പണിയുണ്ട് വീട്ടില്. ഇഷ്ടം പോലെ പണിയെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ വന്നിട്ട് ആശ്ലി വന്നിട്ട് 2 കലോ നീട്ടിട്ട് അമ്മേനെ വിളിക്കുക. ന്യൂ ജനറേഷൻ അമ്മേനെ വിളിക്കാൻ ഉത്തരം പറയുന്നു. എങ്കിലും ചോദിക്കുക. ആശ്ലിയോട് അമ്മയോട് പറയാ അമ്മേന്ന് പറഞ്ഞ 2 കലോ നീട്ടാ. 2 കലോ നീട്ടുമ്പോ ആശ്ലിയുടെ അമ്മ എന്ത് ചെയ്യും? എടുക്കും. കൊച്ചെടുക്കാൻ പറഞ്ഞോ. പിന്നെ എന്തിനെടുത്ത് കൈ പൊക്കുമ്പോ അറിയാം എടുക്കാനാണ്. നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് ഒരു ജസ്റ്ററാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജസ്റ്ററാണ്, ഒരു അന്യമാണ്. നിങ്ങൾ ചിന്തിച്ചോ, 2 കരങ്ങൾ പൊക്കുമ്പോ നമ്മുടെ അമ്മയെ അപ്പനൊക്കെ എടുക്കും. നമ്മൾ കൈ പൊക്കുമ്പോ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ദൈവത്തിന്റെ മുന്നിൽ വന്നിരുന്നേ കർത്താവിനെ കുരിശിന്റെ മുന്നിൽ വന്നിരുന്നത് ദൈവമേ വിളിച്ചോണ്ട് ഈശോയെ വിളിച്ചോണ്ട് 2 കാര്യങ്ങൾ വെക്കുമ്പോ ഈശോ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ഞാനൊരു പൊട്ടനത്തിൽ ശബ്ദത്തിൽ പറയാം. എന്ത് ചെയ്യും? എടുക്കും. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുമ്പോഴൊക്കെ നിന്റെ സ്ഥാനം തമ്പുരാന്റെ ഒക്കത്താ. തമ്പുരാന്റെ നെഞ്ചത്തങ്ങിയിരിക്കണമില്ല. നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം എന്തെങ്കിലും എടുക്കും. എന്നിട്ട് ചോദിക്കും, എടാ മോനെ അഞ്ചു എന്താ പറ്റിയേ? ആദർശ എന്താ പറ്റിയേ? ചോദ്യം വരും. നിന്റെ സ്ഥാനം നിന്റെ തമ്പുരാന്റെ നെഞ്ചത്താ. അത് 2 കര ഉയർത്തിപ്പിച്ചേ. എന്റെ കർത്താവിനെ എടുക്കണമെന്ന് ആഗ്രഹത്തോടെ ഉയർത്തിപ്പിച്ചേ. ഒരു കാലല്ലേ ഒന്നുകൂടി പറഞ്ഞേ. ഒന്ന് എഴുന്നേറ്റേ. പെട്ടെന്ന് എഴുന്നേറ്റേ. വളരെ എഴുന്നേറ്റേ. അവിടെ ഇരിക്കാൻ ശ്രമിച്ചേ. പൊക്ക ഒരു കല്യാണേ. ഒന്നുകൂടി ഈശോയെ ഒറ്റ വിളിച്ചേ. ഒന്നുകൂടി സൂപ്പർ. കാത്തിക ഇരുന്നോ. ചിലര് കൈ പൊക്കുന്നു പറയുന്നത് അല്ലേലും വയ്യ. ഇവിടെ കൊണ്ടോ അല്ലേലും പറയുമ്പോൾ ചിലര് പറയാ അല്ലേലും വയ്യ, അല്ലേലും വയ്യ. കൈമുക്ക് അല്ലേലും വയ്യ, മുട്ടുമുക്ക് അല്ലേലും വയ്യ, എഴുന്നേറ്റ് അല്ലേലും വയ്യ കേട്ടോ. നമുക്കൊന്നിനും വയ്യാണ്ടായി തുടങ്ങി നമുക്കിപ്പോ. ശരിയല്ലേ? പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാര് കണ്ണീരൊഴിച്ച് മുട്ടുകുത്തി, ചിലപ്പോ ഞാൻ പറയാറുണ്ട്, മുട്ട് പൊട്ടി പ്രാർത്ഥിച്ചവരാ നമ്മുടെ കാരണവന്മാര്. കാരണം നമുക്കൊന്നും ഉണ്ടാകുന്നില്ല. അവർക്ക് ദൈവം മാത്രമേ ഉണ്ടായുള്ളൂ. ചിലപ്പോ ഭക്ഷണം ഉണ്ടാവില്ല, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. എല്ലാത്തിനേക്കാളും വരും. നമുക്കിന്ന് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൈ വെക്കാൻ നമുക്കൊക്കെ ഇപ്പൊ മടിയാ കേട്ടോ. മുട്ട കുത്താൻ മടിയാ കേട്ടോ. എല്ലാത്തിനും മടിയാ. നമ്മളെല്ലാത്തിനും വയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ കർത്താവ് കുരിശി കിടന്നിട്ട് നമ്മളോട് പറയും എന്തുണ്ട്? എനിക്കും വയ്യ. അതുകൊണ്ടപ്പോ പ്രശ്നങ്ങൾ കൂടുതൽ. പണ്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചോക്കെ, അവർക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഇല്ല. അവർക്ക് പൈസയുടെ ഭക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ടായുള്ളൂ. ഇന്ന് അതൊന്നല്ല. കുടുംബത്തില് പൈസയും ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷെ സമാധാനം ഇല്ല. പണ്ടൊക്കെ ഒരു ചട്ടക്കുള്ളിലാണെങ്കിൽ ആൾക്കാരെ സന്തോഷത്തോടെ കിടന്നുറങ്ങി. ഇന്ന് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാം. ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ വിചാരിക്കാം. ഞാൻ പറയല്ലോ, ഈ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ള കൈവയ്ക്ക്. ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. സ്ഥാനത്തിന് പേരുണ്ടാവും. മുതുവല്ലൂർ കോണം. ഈ പേരൊക്കെ വെടിക്കണ്ട കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കോണമെന്ന് ഒരു പേര് സ്ഥലത്തിന് പേരില്ല. ഈ വെടികൾക്ക് കുറെ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ ഭയങ്കര വെളി കേട്ടാ. ഞങ്ങളുടെ നാട്ടിലെ വെടികളൊക്കെ വേറെ മുതുവല്ലൂർ കോണമെന്നൊക്കെ പറയുന്ന ഞാൻ മുതുവല്ലൂർ
പറയാതെ പഠിക്കണേ. ഈ സഭയിൽ വന്നിട്ട് ചോദിക്കാം, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെ കൈവോക്കി. അച്ഛനെ നിങ്ങൾ നോക്കണം, അച്ഛന്റെ കാര്യം അച്ഛൻ നോക്കിക്കോളൂ. അച്ഛൻ എന്റെ കാര്യം മാത്രം നോക്കി പറഞ്ഞാൽ മതി. അച്ഛൻ ഞാൻ എക്സെപ്ഷൻ പറഞ്ഞില്ല, അച്ഛനെ നോക്കിക്കോളൂ. ഞാൻ അച്ഛനെ പോലെ നോക്കട്ടെ, ഞാൻ നിങ്ങളുടെ കാര്യം പറ. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവക്കാൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നീ ഇംഗ്ലീഷിൽ ചോദിക്കണം. ഇടവഴി ഒരെണ്ണം പോലും പോയില്ലേ? എല്ലാവർക്കും ഞാൻ പറയാം കേട്ടോ. വേറെ ആരെങ്കിലും ഈയിടെ ഈ ഞങ്ങളൊക്കെ ചിന്തിക്കാതെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്രയും നാൾ പോയതുകൊണ്ട് ഈ CSI സഭയുടെ കാറ്റഗിസം എന്ന് പറയുന്നത്, സൺഡേ കാറ്റഗിസം എന്ന് പറയുന്നത് 1ാം ക്ലാസ് തൊട്ട് ജീവിതത്തിന്റെ അവസാനം വരെയാണ് ഞാൻ പഠിച്ചത്. അല്ലേ? ആണല്ലയോ? അതെ. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, 1ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നപ്പോ, സൺഡേ കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നപ്പോ കുട്ടികളെ ഇങ്ങനെ വട്ടിട്ട് ടീച്ചർമാര് പഠിപ്പിച്ചു, മക്കളെ എവിടെ പോണം? എവിടെ പോണം? ഉത്തരം പറ, ശബ്ദത്തിൽ പറ. എവിടെ പോണം? സ്വർഗത്തിൽ പോണം. 1ാം ക്ലാസ് തൊട്ട് +2 കഴിഞ്ഞ് പല പഠനം കഴിഞ്ഞു. പലതും CC എടുക്കില്ലാതായി കേട്ടോ. പലതിനും പ്രായമായില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുക, അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ കൈവങ്ങളില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ. ഞാൻ സത്യത്തിൽ പറയാം, ഏറ്റവും കൂടുതൽ സഭകളിലെ കൺവെൻഷൻ നടക്കുന്നത് ഏത് സഭയിലെന്നറിയോ? CSI സഭയില. നിങ്ങൾ എണ്ണിക്കില്ല ഒരു വർഷത്തിലുള്ള കൺവെൻഷൻ, സഭാദിന കൺവെൻഷൻ, പിന്നെ യുവജനവാര കൺവെൻഷൻ, ഈ ബാലന കൺവെൻഷൻ ഉണ്ടോ? അവിടെ ഉണ്ടോ? ഉണ്ട്. കുടുംബവാര കൺവെൻഷൻ ഉണ്ടോ? ഇണ്ടെങ്കിലോ? ഉണ്ട്. 4 ഇനി ആ സഭാദിന ഞാൻ ആദ്യം പറഞ്ഞു. സൺഡേ സ്കൂൾ കൺവെൻഷൻ ഉണ്ടോ? 5. ഇനി വാർഡ് കൺവെൻഷൻ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ, LMS കൺവെൻഷൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കണത്, ഒരു വർഷത്തിൽ 9 കൺവെൻഷനെങ്കിലും കൂടുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കൈവങ്ങളില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചോദിച്ചോട്ടെ, നാണം ഉണ്ടോ? നാണം ഇല്ല. താങ്ക് യു. കുറച്ചും കൂടി പച്ച മലയാളത്തിൽ ചോദിച്ച ലേശം ഉടുപ്പ് ഇല്ല. നിങ്ങൾ കേട്ടോ, നമുക്ക് ഈ അറിവിന്റെ പ്രശ്നമല്ല. നമ്മൾ ഈ സത്യങ്ങളുടെ പുസ്തകമൊക്കെ പിടിച്ച് ചന്തത്തിൽ കൈപിടിച്ചോണ്ട് നടക്കണേ. ഇടവ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? ജീവിതത്തിലുണ്ടോ? ഇല്ല. ഞാൻ എപ്പോഴും പറയും, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? നോ. പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്, സത്യല്ലേ? ഇടവേ 8-9 കൺവെൻഷനൊക്കെ ഒരു വർഷം കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. എന്നിട്ട് നന്നാവാൻ പറ്റണെങ്കിൽ എന്തുട്ടത്? നീ അതൊന്നും പറയാതെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ എന്തോരം വീഡിയോസ് കാണാം പ്രാർത്ഥനയുടെ, വചന ശുശ്രൂഷയുടെ ഒക്കെ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ. ആ പഴഞ്ചൊല്ലൊക്കെ പഠിച്ചോണ്ടിരിക്കണം. ജീവിതത്തിന് മാറ്റം വരണം, എന്നാലേ കൺവെൻഷൻ കൊണ്ട് ഉപയോഗമുള്ളൂ. ഞാൻ എപ്പോഴും പറയണം, എനിക്ക് വലിയ ജനക്കൂട്ടത്തെ എപ്പോഴും കിട്ടാറ് കേട്ടോ. വലിയ ജനക്കൂട്ടത്തെ എപ്പോഴും കിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു കൺവെൻഷൻ കഴിഞ്ഞുള്ളൂ. നമ്മുടെ ഈ പറവൂര് പള്ളിപ്പുറം പറവൂർ എന്ന് പറയും, ചെറായി ബീച്ചിന്റെ അടുത്തൊരു വലിയ ബസിലിക്ക പള്ളി ഉണ്ട്. 2000-2500 വീട്ടുകാരുടെ ഒരു പള്ളിയിൽ കൺവെൻഷൻ ആയിരുന്നു ഈ ദിവസങ്ങളില്. ഞാൻ പറയാം, 2500 വീട്ടുകാർക്ക് പള്ളി പരിസരമൊക്കെ ഇങ്ങനെ പന്തല് കെട്ടി നിറഞ്ഞ് ആൾക്കാരെ നിൽക്കുന്ന ഒരു കൺവെൻഷൻ. ആ കൺവെൻഷനിലൊക്കെ ഇങ്ങനത്തെ ഒരു കൺവെൻഷൻ എനിക്ക് ചെറിയ കമ്മ്യൂണിറ്റി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് ഓരോരുത്തർ പേരിട്ട് വിളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കൺവെൻഷനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓർക്കാറുണ്ട്, എന്താ പറയുക, നമുക്ക് ഈ കൺവെൻഷനൊക്കെ ഇഷ്ടം പോലെയാ, പക്ഷേ ജീവിതത്തിലേക്ക് ഒന്നും കയറില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറയും, ഈ 3 ദിവസം അച്ഛൻ വലിയ കാര്യങ്ങളൊന്നും പറയില്ല, കൊച്ചു കാര്യങ്ങളെ പറയുള്ളൂ. ഈ 3 ദിവസം ദൈവത്തിന്റെ അടുത്തിരിക്കാൻ നോക്കുക. എന്തെങ്കിലും ഒരു വചനം നിങ്ങൾ പഠിക്കാൻ നോക്കുക. ദൈവത്തോടൊപ്പം ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ നോക്കുക. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഈ കൺവെൻഷൻ വിജയമാണെന്ന് അച്ഛൻ പറയും. അത് പറഞ്ഞു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ശബ്ദത്തിൽ പറ ഹല്ലേലൂയ. ഓക്കേ, ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, നമ്മൾ സങ്കടപ്പെടേണ്ട മനുഷ്യരല്ല, പ്രത്യാശയോടെ ജീവിക്കേണ്ട മനുഷ്യരാ. കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, മക്കളുടെ പ്രശ്നങ്ങളുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, കൊച്ചിന്റെ കുടുംബത്തിന് ജോലിയില്ല, സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കൊണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ശരിയാണേ. പക്ഷെ ഇതിനപ്പുറം നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ദൈവമുണ്ട് എന്റെ കൂട്ടിന്. അത് നീ എന്ത് ചിന്തിക്കാതെ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇത്രയും നാളെ നിങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ കൈകൊണ്ടാണോ? ആണോ? ആണോ? അല്ല. ഇത്രയും നാളെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ പോറ്റിയത് നിങ്ങളുടെ കൈകൊണ്ടാണോ? അല്ല. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ എല്ലാം, നിങ്ങൾക്കുള്ള സ്വത്ത് എല്ലാം ആര് തന്നതാ? ഉത്തരം പറ. ആര് തന്നതാ? ദൈവം തന്നതാ. ഇത്രയും നാളെ നിങ്ങളെ നോക്കിയ ദൈവം ഇനിയുള്ള ജീവിതത്തിൽ നോക്കൂലേ? നോക്കോ? നോക്കും. പിന്നെ തന്നെ ചെയ്യുന്നത് വിഷമിച്ച് ഓരോ മനുഷ്യനും കരയാണ്. എന്തിനാണ്? ദൈവത്തിന് മുന്നിൽ കരഞ്ഞു, നീ പേടിക്കണ്ട. പക്ഷെ ചതിയിലിങ്ങനെ എഴുതി വെക്കണം, എന്റെ ദൈവം ഉണ്ട് എന്റെ കൂട്ടിന്. ഒന്നി പോകണ 4-4 എടുത്തേ, കിടന്നിരുന്നു പടപടാന്ന് കേട്ടോ, നമുക്ക് സമയമില്ല.